ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ഷവായ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ച സാധനങ്ങളാണ് ഇത്. ഒരു 5-8 കാശ്മീരി ചില്ലി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ്. പിന്നെ ഇത് കുറച്ചൊരു ചെറിയ കപ്പോളം ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളിയുടെ അല്ലി, ഒരു പീസ് ഇഞ്ചി, കുറച്ച് മല്ലിയില, പിന്നെ ഒരു തക്കാളി 4ആയി ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ മിക്സിയിലിട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ എടുത്ത ഇഞ്ചി, തക്കാളി മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യേണ്ടതുകൊണ്ട് അപ്പാടെ തന്നെ ഇടുകയാണ്. പിന്നെ കുറച്ച് മല്ലിയില മുറിച്ചിട്ടില്ല, അപ്പാടെ ഇടുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണോളം പെരുംജീരകം, 1/2 സ്പൂണോളം ഗരം മസാല. ഇനി ഇതിലോട്ട് കുറച്ച് വിനീഗർ കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പം മുളക് കുതിർത്ത വെള്ളം അത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ അരച്ചെടുത്ത മസാല നമുക്ക് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നേരത്തെ അരച്ച മസാലയൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇനി ഇതൊരു 5-6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. ഒന്ന് മസാലയൊക്കെ നന്നായി പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇപ്പോൾ ഷവായേൻ്റെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഒരു 5-8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് 1 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചതാണ്. ഇനി നമുക്കിത് പ്രഷർ കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ അടിച്ചെടുക്കണം, ചിക്കൻ വേവാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൽ ബാക്കി വന്ന ഗ്രേവിയും കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് പ്രഷർ കുക്കർ അടച്ച് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഷവായയുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കൻ മാറ്റിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ബാക്കിയുള്ള ഗ്രേവി നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പം നമുക്കത് ചെയ്യാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയില്ല കേട്ടോ, സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ചിക്കൻ പീസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഞാനിത് ചെറിയ പീസായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒരു കോഴിയെ 4 പീസാക്കിയിട്ട് വെക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കുക. ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്.
ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരണം. ഇനി ഇത് 2 ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. നേരത്തെ ചിക്കൻ മാറ്റിയിട്ട് അതിലുള്ളൊരു ഗ്രേവി ഞാൻ ഈ പാനിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അത് അവിടെ നിന്ന് വറ്റിക്കും. ഇപ്പോൾ ഈ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഗ്രേവി ഒഴിച്ചു കൊടുക്കണം. ഗ്രേവി ഇവിടെ നിന്ന് ഒന്ന് വറ്റുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് വറ്റിയാൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് ഇതിൽ നിന്ന് മസാല ഇതിലേക്കൊന്ന് പിടിക്കട്ടെ. അതിൻ്റെ ഗ്രേവി ഒന്ന് ഇതിലോട്ട് പിടിച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ ഷവായയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തേക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ഷവായ? നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ ചിക്കൻ ഷവായ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും ബായ്.